പ്രിയപ്പെട്ടവരെ നമസ്കാരം. വായിക്കാനും ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം അഡ്വക്കേറ്റ് ഷാജാൻ പയ്യൂരിയിലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സെക്യുലറിസത്തെ പറ്റിയാണ്. സെക്യുലറിസം അഥവാ മതേതരത്വം. നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് മതേതരത്വത്തിന് നൽകിയിട്ടുള്ള മീനിങ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പല ആൾക്കാർക്കും ഒരു വിചാരമുണ്ട്, മതേതരത്വം എന്ന് പറഞ്ഞാൽ മതം ഇല്ലാത്തൊരു അവസ്ഥയാണ് എന്നുള്ളത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ മതം ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളതല്ല മീനിങ് എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ അംബേദ്കറാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് പലരും പെട്ടെന്ന് പറയും, അല്ലേ? ഡോക്ടർ അംബേദ്കറിന് പുറമെ 300ഓളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ അവരുടെയൊക്കെ കഠിന പ്രയത്നമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അംബേദ്കർ തീർച്ചയായിട്ടും നിർണായക പങ്കുവച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ. പക്ഷേ സർദാർ വല്ലഭായ് പട്ടേൽ പോലെ, നെഹ്റു പോലെ, മൗലാന അബ്ദുൽ കലാം ആസാദ്, അതേപോലെ എച്ച്.എൻ. കുൻസ്രു, എ.കെ. അയ്യർ, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, സച്ചിദാനന്ദ സിൻഹ, അങ്ങനെ ഒരുപാട് പേരുടെ കഠിന പ്രയത്നമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ സെക്യുലറിസത്തിൻ്റെ മീനിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 42nd അമെൻമെൻറ്റിലാണ് സെക്യുലറിസം എന്നുള്ള വാക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത് എന്നുള്ളതാണ്. 1976 പ്രിയാമ്പിളിൽ ആഡ് ചെയ്തത്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റിൽ സെക്യുലറിസം എന്നുള്ള വാക്ക് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം വീഡിയോ ലെങ്ത്ത് പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. സെക്യുലറിസത്തിൻ്റെ മീനിങ്ങിലേക്ക് വരുമ്പോൾ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയുന്നത് റിലീജിയസ് ഫ്രീഡമാണ്. നമുക്ക് മത സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടന തരുന്നത്. അവിടെ സെക്യുലറിസത്തിനെ പറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു, ഇന്ത്യ ഈസ് എ സെക്യുലർ സ്റ്റേറ്റ് നെവർ കൺസിഡേർഡ് ആസ് എ റിലീജിയസ് ഓർ എത്തൈസ്റ്റിക് സ്റ്റേറ്റ് എന്നുള്ള പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ 2-3 പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തത്, സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ എന്നുള്ളതാണ്. അതേപോലെ രണ്ടാമത്തെ പോയിന്റ്, സെയിം സ്റ്റാറ്റസ് ടു ഓൾ റിലീജിയൻ എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഈക്വൽ പ്രൊട്ടക്ഷൻ ടു ഓൾ റിലീജിയൻ എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, മതം ഇല്ലാത്ത അവസ്ഥയല്ല, മതങ്ങളുണ്ട്, എന്നാൽ എല്ലാ മതത്തിനും ഒരേപോലെയുള്ള പ്രൊട്ടക്ഷൻ നൽകലാണ് സെക്യുലറിസം എന്നുള്ളത്. പല കോടതി വിധികൾ കൂടിയിട്ട് നമുക്ക് നോക്കാം. പല കോടതി ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ എസ്.ആർ. ബൊമ്മെ കേസ്, അതേപോലെ അരുണ റായ് കേസ്. ഇതിലൊക്കെ എസ്.ആർ. ബൊമ്മെ കേസിൽ കൃത്യമായിട്ട് കോടതി പറയുന്നു, ആൻറ്റി ഗോഡ് സ്റ്റേറ്റ് അല്ല ഇന്ത്യ എന്നുള്ളത്, ദൈവത്തിനെതിരായിട്ടുള്ളൊരു സ്റ്റേറ്റ് അല്ല, എല്ലാ ദൈവം വിശ്വാസികളെയും പരിഗണിക്കുന്ന സ്റ്റേറ്റാണ് എന്നുള്ളത്. അതേപോലെ അരുണ റായ് കേസിൽ പറയുന്ന സർവധർമ്മ സംഭവ എന്ന സംസ്കൃത വേർഡ് ഉപയോഗിച്ചത് അരുണ റായ് കേസിലാണ്. അപ്പോൾ എല്ലാ റിലീജിയനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത്. യൂറോപ്പിലൊക്കെ ഉള്ള ഒരു മീനിങ് അല്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലറിസത്തിന് പറ്റിയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഗ്രാൻവിൽ ഓസ്റ്റിൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എഴുതിയപ്പോൾ കൃത്യമായിട്ട് എഴുതുകയുണ്ടായി, not only a legal document, it is also a social document എന്നുള്ളതാണ് ഗ്രാൻവിൽ ഓസ്റ്റിൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നത്. അപ്പോൾ ഡോക്ടർ അംബേദ്കർ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ജനനം മുതൽ മരണം വരെ എല്ലാ കാര്യങ്ങളിലും മതാചാരങ്ങളും മതങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഇന്ത്യയിലുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യ. അപ്പോൾ ഒരിക്കലും മതത്തിനെ വേർപെടുത്തിയിട്ട് ഒരു ഭരണം നടത്താൻ ഒരിക്കലും ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യ സ്റ്റേറ്റിന് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ പ്രൊട്ടക്ഷനും റെസ്പെക്റ്റും കൊടുത്തുകൊണ്ടാണ് ഇന്ത്യയിൽ സെക്യുലറിസത്തിൻ്റെ വിശാലമായിട്ടുള്ള മീനിങ് ഇന്ത്യൻ ഭരണഘടന കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ആർട്ടിക്കിൾ 26 നമുക്ക് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ മാനേജ് ചെയ്യാനുള്ളൊക്കെ അവകാശങ്ങൾ തരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ലളിതമായിട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ
ഞാനൊരു സെക്യുലറിസ്റ്റാണ് എന്നുള്ളത് ഒരു മതവിശ്വാസം ഇല്ലാത്ത ആൾക്ക് മാത്രം പറയാൻ കഴിയുന്നതല്ല. എന്നാൽ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കും ഒരേപോലെ പറയാൻ കഴിയുന്നതാണ് ഞാനൊരു സെക്യുലറിസ്റ്റാണ് എന്നുള്ളത്. അതിനുള്ള അവകാശം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സെക്യുലറിസത്തിന് നൽകിയിട്ടുള്ള മീനിങ്ങിൻ്റെ ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ വിശാലത എന്നുള്ളത് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ താങ്ക് യു.